കൂട്ടുകാരെ നമസ്കാരം. ഷെഫ് ജോജിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരു നാടൻ മാങ്ങ അച്ചാറാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പേജ് കാണുന്നവർ ഫോളോ ചെയ്യാനും മറക്കരുത്. പഴയ ഒരുപാട് വീഡിയോകളുണ്ട്, അതൊക്കെ കാണുവാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മാങ്ങ അച്ചാർ തയ്യാറാക്കുവാനായി 4 നാടൻ മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കണം. ആദ്യം ഇതിൻ്റെ ഞെട്ടിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളയുകയാണ്. ഇനി ഇതിൻ്റെ സ്കിന്ന് ഔട്ട് ചെയ്യുകയാണ്. ചെറിയ പീലർ ഉപയോഗിച്ച് തന്നെ ഈ സ്കിന്ന് ഔട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ 4 മാങ്ങയും സ്കിൻ ഔട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ചെറിയ സ്ലൈസായിട്ട് ആദ്യം ഇതുപോലെ എടുക്കുകയാണെങ്കിൽ ചെറുതായി കട്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. നമ്മൾ സ്ലൈസ് ചെയ്തത് ഇനി നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് തിരിച്ചു വെച്ച് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 4 മാങ്ങയും കട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കുകയാണ്. ഞാൻ ഏകദേശം ഒരു 3 ടീസ്പൂൺ കണക്കിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഉപ്പെല്ലാം നന്നായി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചു. ഞാൻ ഇനി ഇത് അടച്ച് മാറ്റി വെക്കുകയാണ്. ഒരു ദിവസത്തിന് ശേഷം മാത്രമേ ഞാൻ അച്ചാർ ഇടുന്നുള്ളൂ. ഇനി അച്ചാർ തയ്യാറാക്കുവാനായിട്ട് നീളത്തിലരിഞ്ഞ ഇഞ്ചി 1.5 ടേബിൾ സ്പൂൺ, അതുപോലെ നീളത്തിലരിഞ്ഞ വെളുത്തുള്ളിയും 1.5 ടേബിൾ സ്പൂൺ, 2 തണ്ട് കറിവേപ്പില, 2 കഷ്ണം വറ്റൽമുളക്. ഇനി അച്ചാറിന് ചേർക്കുന്ന പൊടികൾ ഒരു ചെറിയ കപ്പിലേക്ക് എടുക്കുകയാണ്. ഇങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ ചേർക്കുന്ന സമയത്ത് എളുപ്പമായിരിക്കുമല്ലോ. 2 ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയും 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ഞാനിവിടെ എടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി കൂടി എടുക്കുന്നു. ഇനി ഏകദേശം 1 ടേബിൾ സ്പൂൺ കണക്കിന് കായപ്പൊടി എടുക്കുകയാണ്. ഇനി അച്ചാർ തയ്യാറാക്കുവാനായി ഒരു ഫ്രൈൻ പാൻ എടുക്കാം. ഫ്രൈൻ പാൻ ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് ഏകദേശം 1/2 കപ്പ് കണക്കിനുള്ള നല്ലെണ്ണ എടുക്കുകയാണ്. അച്ചാർ ഉണ്ടാക്കുവാൻ എപ്പോഴും നല്ലെണ്ണ തന്നെയാണ് നല്ലത്. കുറച്ച് കൂടുതൽ എണ്ണ ഒഴിക്കുന്നത് അച്ചാർ കൂടുതൽ കാലം നിൽക്കുവാനായിട്ട് സഹായിക്കും. നല്ലെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ കൂടി അതിലേക്ക് ചേർക്കുന്നു. ഇനി വറ്റൽമുളക്, കറിവേപ്പില, നമ്മൾ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇതിലേക്ക് ചേർത്ത് ഇതൊരുമിച്ച് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയുടെ കളർ ചെറുതായി മാറി വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. പൊടികൾ ചേർക്കുന്നത് വീഡിയോയിൽ എടുക്കാൻ സാധിച്ചില്ല, അത് ക്ഷമിക്കുക. ചെറിയ തീയിൽ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. ഇത് നന്നായി റോസ്റ്റായി കഴിയുമ്പോൾ ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഉടൻ തന്നെ മാങ്ങ എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ തലേ ദിവസം അരിഞ്ഞ് ഉപ്പ് ഇട്ട് വെച്ചിരുന്ന മാങ്ങയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് മാങ്ങയിൽ തന്നെ ഉണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു നുള്ള് ഉലുവ പൊടി കൂടി ഇതിൻ്റെ മുകളിൽ തൂക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. നമ്മൾ ഏറെ നല്ലെണ്ണയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇത് പെട്ടെന്ന് കേടാവുകയുമില്ല. നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതിൽ വിനാഗിരി ഒന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ ഒരു അടിപൊളി നാടൻ മാങ്ങ അച്ചാർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഏകദേശം ഒരു 2-3 മണിക്കൂർ ഇത് മാറ്റി വെച്ചതിനു ശേഷം ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ മാങ്ങാച്ചാറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.